ആളിയാ. ഹലോ, ഡാ നീ എവിടാ? എടാ ഞാൻ ഇവിടെ ഒരു പ്രോപ്പർട്ടി ലോഞ്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് ചായ കുടിക്കറങ്ങ. എന്താ പരിപാടി? അളിയാ നീ ബിസിയാണാ? നീ ഞാൻ പിന്നെ വിളിക്കാമേ. ഇല്ല നീ പറഞ്ഞ എന്തോ പരിപാടി? നിന്റെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? എങ്ങനെയുണ്ട് പുതിയ ഗവൺമെന്റ് ഒക്കെ? ആടാ, പുതിയ ഗവൺമെന്റ് ഒക്കെ അല്ലേ, എല്ലാം ഉഷാറായിട്ട് പോണ്. അളിയാ, എന്റെ അളിയന് ദുബായിൽ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ ഒരു ആഗ്രഹം. പെട്ടെന്ന് നിന്നെയാണ് ഓർമ്മ വന്നത് കേട്ടാ. അളിയാ, നല്ല വല്ല പ്രോജക്റ്റ് ഉണ്ടോ അവിടെ നിന്റെ കയ്യില്? അല്ലെ നീ നല്ല സമയത്താണ് വിളിച്ചത്. സംഭവം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമുക്കൊരു ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടിയുടെ ഒരു ലോഞ്ചിനായപ്പോൾ വന്നത്. എടാ, ഒരു രക്ഷയില്ലാത്ത പ്രോപ്പർട്ടി ലോഞ്ചിന് വന്നപ്പം തന്നെ ഒരു 100-100 അപ്പാർട്ട്മെന്റ്സ് അങ്ങ് ബുക്കായി. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ നമ്മൾ നിന്നെ വിളിച്ച് നിന്നെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. കാരണം പറഞ്ഞുള്ളൂ, ഇവിടെ ഒരു ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടിക്ക് നമ്മൾ കുറഞ്ഞത് ഒരു 2.2 മില്യൺ ഇല്ലാതെ, ഏറ്റവും കുറഞ്ഞത് വേഴ്സ്റ്റ് കേസ് 2.2 മില്യൺ ഇല്ലാതെ നമുക്കൊരു പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമുക്കൊരു ഗവൺമെന്റ് ഡെവലപ്പറിന്റെ 1 BHK 1 മില്യന് താഴെ വരുന്നുള്ളൂ. കിട്ടില്ല പ്രോപ്പർട്ടി, അതും നമുക്ക് എല്ലാ അക്സസോറും കൂടി. നമുക്ക് സ്കൂൾസ് വരുന്നുണ്ട്, മാൾസ് വരുന്നുണ്ട്. ഒരു ഫാമിലി ആയിട്ട് നോക്കുവാണെങ്കിലും നമുക്ക് എയർപോർട്ടിൽ തന്നെ ഒരു 10-20 മിനിറ്റ്, അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള മെട്രോ ഒരു 8 മിനിറ്റ് ഒക്കെ നമ്മൾ എല്ലാ ഒരു ഫുള്ളി അക്സസ് ഒരു ഫുൾ പാക്ട് ഒരു സാധനമാണ്. അല്ലെങ്കിൽ പേയ്മെന്റ് പ്ലാൻ വന്നിട്ട് നമുക്ക് 30% വരുന്നത്. അതിൽ 30% നമുക്ക് ഡ്യൂറിംഗ് കൺസ്ട്രക്ഷൻ ആണ്. അതിൽ 10% നമുക്ക് ഡൗൺ പേയ്മെന്റ് വരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ മന്ത്ലി EMI ആയിട്ട് നമുക്ക് കൺവേർട്ട് ആവുന്നത് നമ്മൾ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഒരു 1 lakhന് താഴെ ഉള്ളൂ. ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്ക് ഈ ഒരു പേയ്മെന്റ് പ്ലാൻ കിട്ടത്തില്ല. കിട്ടുന്ന പ്രോപ്പർട്ടി ഇവിടുത്തെ വാട്ടർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു അൾട്രാ ലക്ഷറി സെറ്റപ്പ് ആണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഷാർജ ദുബായ് ബോർഡറിൽ ഒരു ഫ്രണ്ടിലും ബാക്കിലും ബീച്ച് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ബീച്ച് ആക്സസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഒരു വീടുള്ളതെന്ന് പറഞ്ഞാൽ നീ സമയം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കെ, അത് ഈ ഒരു സിറ്റിയിൽ. ഓക്കെ നീ പോരെ. ഓക്കെ അളിയാ, നടക്കട്ടെ. ശരി, എന്തായാലും ചെക്കൻ അവന്റെ അളിയനായിട്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി. ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക. എന്താന്ന് വെച്ചാൽ നമുക്ക് സംസാരിച്ച് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു തരാം. ഓക്കെ, ഈ അവസരം മിസ് ചെയ്യരുത്. ദാറ്റ്സ് ഇറ്റ്.